വെൽക്കം ടു ഷീനാസ് ക്രിയേഷൻ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ചിക്കൻ വിഭവമാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെ നാടനായിട്ടുള്ള ഒരു വിഭവമാണിത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ പുരട്ടിയതാണിത്. എന്നാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. എങ്ങനെ തയ്യാറാക്കുന്നു നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കൻ ഒന്ന് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, പിന്നീട് ആവശ്യത്തിന് ഉപ്പ്, ഇനി 2 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ, കൂടാതെ ലാസ്റ്റ് നമ്മൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതൊരു 1/2 മണിക്കൂർ നേരം ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഈ മസാലയെല്ലാം ചിക്കനിലൊന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാനൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യമേ ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാൻ പോവുകയാണ്. നമുക്കിത് ഒരുപാട് അങ്ങ് വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഓയിലിൽ കിടന്ന് ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് 2 വെല്ലുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ വെല്ലുള്ളി പെട്ടെന്നൊന്ന് വാടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ 3 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓരോരുത്തർ എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അതിനുശേഷം നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. മസാലപ്പൊടികളുടെ പച്ചവാസന ഒന്ന് മാറി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് ഇനി തക്കാളി ചേർത്ത് കൊടുക്കും. തക്കാളിയെല്ലാം നന്നായിട്ട് വഴണ്ട് ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ ചേർത്തതിന് ശേഷം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ മസാലയെല്ലാം നന്നായിട്ട് ചിക്കനിലൊന്ന് പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇനി നമ്മൾ തുറന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കനിലെ വെള്ളമെല്ലാം നന്നായി ഇറങ്ങി വന്നിട്ടുണ്ടായിരിക്കും. നമ്മളിവിടെ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇത് മുഴുവനും ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. നമ്മൾ ചിക്കൻ ഒരു പകുതി വേവായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു 1/2 മുറി തേങ്ങയുടെ പാൽ പിഴിഞ്ഞതാണിത്. അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1 കപ്പോളം തേങ്ങാപ്പാലുണ്ട്. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഒരു 10 മിനിറ്റ് കൂടി അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇനി ചിക്കൻ ഈ തേങ്ങാപ്പാലിലെല്ലാം കിടന്നിട്ടൊന്ന് വറ്റി വരണം. ഇനി നമുക്ക് അടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചിക്കൻ ഈ തേങ്ങാപ്പാലിൽ നന്നായി വെന്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ തേങ്ങാപ്പാലെല്ലാം കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കുകയാണ്. കുറച്ച് ഗ്രേവി ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇതുപോലെ തന്നെ കഴിക്കാം. നമ്മളിവിടെ ചിക്കൻ പുരട്ടാണ് തയ്യാറാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒന്നുകൂടി വറ്റിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ ചിക്കൻ പുരട്ടിയത് റെഡി ആയിട്ടുണ്ട്. അപാര ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ നാടൻ തനതായ രീതിയിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്.
വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു.